ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണല്ലേ, നാളെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക. നമ്മുടെ സച്ചി എത്തിക്കഴിഞ്ഞു, നമ്മുടെ സച്ചി വന്നിട്ട് ഇനി എന്താണ് നടക്കാൻ പോകുക, നമ്മുടെ സച്ചിയുടെ ആ ഒരു തീരുമാനം എന്തായിരിക്കും. നമ്മുടെ സച്ചി വെറുതെ വിടുവോ സുധീനെ? സച്ചിയുടെ ജീവിതവും രേവതിയുടെ ജീവിതവും ഒക്കെ തകർത്തത് നമ്മുടെ സുധി തന്നെയാണ്. സുധിയുടെ ആ ഒരു ഒറ്റ തീരുമാനം കൊണ്ട് മാറി മറിഞ്ഞത് ഒട്ടേറെ എല്ലാവരുടെയും ആ ഒരു സ്വപ്നങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ സച്ചിയും രേവതിയും നല്ലൊരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോഴും. അതിന് കാരണവും ആരാണ്? നമ്മുടെ സുധിയാണ്. അപ്പോൾ സുധിയാണ് എല്ലാത്തിനും കാരണം. ആ സുധീനെ നമ്മുടെ സച്ചി വെറുതെ വിടുവോ? ഒരിക്കലും സച്ചി വെറുതെ വിടില്ല. അങ്ങനെ ആ ഒരു മാപ്പ് പറച്ചിൽ, നമ്മുടെ രേവതിയോടുള്ളൊരു മാപ്പ് പറച്ചിൽ, സുധി മാപ്പ് പറഞ്ഞാൽ മാത്രമേ സുധീനെ വീട്ടിൽ താമസിപ്പിക്കത്തുള്ളൂ എന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞതിൽ പ്രകാരം തന്നെ ആദ്യമൊക്കെ വിസമ്മതിച്ചു എങ്കിലും ചന്ദ്ര സമ്മതിച്ചില്ല എങ്കിലും പിന്നെ ആ ഒരു കാര്യം സമ്മതിക്കേണ്ടി വരികയാണ്. മാപ്പ് പറയാതെ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞേ തീരൂ. അങ്ങനെ നമ്മുടെ രേവതിയോട് മാപ്പൊക്കെ പറഞ്ഞു. രേവതിയോട് മാപ്പൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ആരെത്തുന്നത്? നമ്മുടെ സച്ചി എത്തുന്നത്. ഏതായാലും സച്ചി വരുവാണ് കേട്ടോ. സച്ചി വന്ന് അകത്തേക്ക് കയറിയതും സച്ചി വന്നിങ്ങനെ വാതിൽ തുറന്നതും കാഴ്ച കണ്ടു, അവിടെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങ് കയറി വന്നതും ആരാ ഇവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്, ഇവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നേരെ കയറി വന്ന് ഒരു ഒറ്റ വലിച്ചിട്ട് പൊതിരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചേട്ടനെ അനിയൻ തല്ലാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതുപോലെയുള്ള കയ്യിലിരിപ്പുകൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും തല്ലിയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി കുറേ അങ്ങോട്ട് പൊതിരം തല്ലുകയാണ്. വന്നപ്പോൾ തന്നെ അങ്ങോട്ട് തല്ലുകയാണ്. മര്യാദയ്ക്ക് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തല്ലുന്നത്. സത്യത്തിൽ സച്ചിയുടെ മുന്നിൽ ചന്ദ്രയും മിണ്ടാതെ നിൽക്കുന്നൊരവസ്ഥ. മിണ്ടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയോട് വേറൊന്നും പറയാൻ പറ്റില്ല. അവനെ അടിക്കരുത് എന്നല്ലാതെ വേറൊരു ന്യായവും പറയാൻ പറ്റില്ല. എൻ്റെ മോനെ നീ തൊട്ടു പോകരുത് എന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം. കാരണം അതുപോലെയുള്ള കാര്യമാണ് സുധി ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊരു വലിയ തെറ്റ് തന്നെയാണെന്ന് ചന്ദ്രയ്ക്കും അറിയാം. പക്ഷേ സ്വന്തം മകനെ ഇങ്ങനെ ഇട്ട് തല്ലുമ്പോൾ, അനിയനാണ് തല്ലുന്നത് എങ്കിൽ പോലും ചന്ദ്രയ്ക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്ര അതിൻ്റെ ഇടയ്ക്ക് കയറി ചെന്ന് പിടിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, മാറി നിൽക്കാനാ പറഞ്ഞ നിങ്ങളോട്. നിങ്ങൾ ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ഇവനെ ഞാൻ തല്ലി ചതയ്ക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തൊക്കെ തടഞ്ഞാലും ഇവനെ തല്ലി ചതയ്ക്കും. കാരണം എൻ്റെ അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിച്ചില്ലേ. എടാ എന്തിയടാ നീ കൊണ്ടുപോയ 50 ലക്ഷം രൂപ, അത് നീ കൊണ്ടുവരാതെ നീ ഈ വീട്ടിലേക്ക് നീ വരണ്ട. ആ 50 ലക്ഷം രൂപ ഇനിയിപ്പം നിനക്ക് അവകാശപ്പെട്ടതല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇതിനിടയിൽ നിന്ന് മിണുങ്ങസിയാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ല രേവതി അങ്ങനെ നിൽക്കാൻ കാരണം, ഈ 50 ലക്ഷം രൂപയുടെ കണക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു. എന്നിട്ട് സച്ചു പറയുന്നുണ്ട്, നിനക്ക് ഈ ഒരു 50 ലക്ഷം രൂപ തന്നാൽ നീ രേവതിനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതല്ലേ. എന്നിട്ട് നീ രേവതിനെ വിവാഹം കഴിച്ചില്ലല്ലോ. അപ്പം ആ പൈസ ആർക്ക് അവകാശപ്പെട്ടതാ? എനിക്ക് അവകാശപ്പെട്ട പൈസയാണ്. പക്ഷെ അത് എനിക്ക് വേണ്ട, അതെൻ്റെ അച്ഛന് എനിക്ക് മേടിച്ചു കൊടുക്കണം. എൻ്റെ അച്ഛൻ വിയർപ്പ് നീരാക്കി മാറ്റിയ പൈസയാണത്, ചോര നീരാക്കി മാറ്റിയ പൈസയാണത്. അതുകൊണ്ട് തന്നെ നിൻ്റെ തോന്നിവാസം ഇനി ഇവിടെ നടക്കില്ല. നീ എൻ്റെ ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും നീ ആ പൈസ ഇവിടെ വെച്ചോണ്ട് നീ ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിയോട് ആ ഒരു സത്യം പറയുകയാണ് സുധി. അത് പൈസ അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞു. നീ കൂടുതൽ കളിക്കരുത്, നീ കൂടുതൽ നുണയൊന്നും പറയണ്ട, നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നറിയാം, നീ ആരാ മോനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പൈസ എടുക്കാൻ പറയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ പറയുന്നത്, മോനെ സച്ചി, അവൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണെന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആരാ അച്ഛാ പറഞ്ഞത്? ഇവൻ പറയുന്നതൊക്കെ സത്യമാണെന്ന്. ഇവൻ വായെടുത്ത കള്ളത്തരം മാത്രമല്ലേ പറയത്തുള്ളൂ. ഞാനന്ന് അച്ഛനോട് ആവുന്ന തരത്തിൽ പറഞ്ഞതല്ലേ ഇവൻ ഇപ്പം 50 ലക്ഷം രൂപ കൊടുക്കരുതെന്ന്. അപ്പം അച്ഛൻ അതൊന്നും നോക്കാതെ അവൻ 50 ലക്ഷം രൂപ കൊടുത്തു. ഇവൻ വായെടുത്താൽ കള്ളം മാത്രം പറയുന്നവനെ ഇനി അച്ഛൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഓടി വന്നിട്ട്, സച്ചി നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കടാ, അവന് നീ തല്ലാതെ. ഭയങ്കരമായിട്ടും കരയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര കരയാണെന്ന് പറഞ്ഞാൽ ഏങ്ങി കരയാണ്. അത്രയ്ക്ക് മാത്രം തല്ല് നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സുധിക്ക്. അതുകൊണ്ട് തന്നെ ചതഞ്ഞിട്ടുണ്ട്. സുധിയുടെ മേൽ മുഴുവൻ ചതഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതുപോലെ തല്ലി.
അപ്പം വന്നു പറഞ്ഞു, ചന്ദ്ര പറഞ്ഞു മോനെ സത്യവാടാ, മോനെ സത്യമാന്നൊക്കെ പറയും. മോനെ എന്നൊക്കെ വിളിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് നമ്മുടെ സച്ചിനെ, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട്. മോനെ സച്ചി സത്യമാണ് അവൻ പറയുന്നത്. അവൻ്റെ കയ്യിൽ പൈസ ഇല്ല, അവൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ല ഇപ്പം. ആ പൈസ മുഴുവന് ആ പെണ്ണ് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഏത് പെണ്ണ് കൊണ്ടുപോയി? അല്ല ഇവൻ്റെ കൂടെ പോയില്ലായിരുന്നു ഒരു പെണ്ണ്, ആ പെണ്ണ്. ഇത് കേട്ടതും ഒരൊറ്റ ചിരി ഇരിച്ചിട്ട് ഇതും ഞാൻ വിശ്വസിക്കണം അല്ലേ അച്ഛാ, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ ഒരു കാര്യം പറയുന്നത്. മോനെ അവൻ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല, പക്ഷേ നിൻ്റെ പെണ്ണ് രേവതി പറയുന്നത് ഞാൻ വിശ്വസിക്കും. രേവതി ഇതെല്ലാം ഒളിച്ചു നിന്ന് കേട്ടായിരുന്നു, ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഒളിച്ചു നിന്ന് കേട്ടു. അപ്പം രേവതി അറിഞ്ഞായിരുന്നു ഈ ഒരു പൈസ ആ പെണ്ണ് കൊണ്ടുപോയതെന്ന് തന്നെയാണ് ഇവർ രണ്ടുപേരും ചർച്ച ചെയ്തത്. അത് രേവതി കേട്ടു. ഏതായാലും നമ്മളെ കേൾപ്പിക്കാനാണെങ്കിൽ ഇവരിപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നു. പക്ഷേ രേവതി അത് ഒളിച്ചു നിന്ന് കേട്ടത് കൊണ്ട് അത് സത്യം തന്നെയല്ലേ? രേവതി അവിടെ ഉണ്ടെന്ന് അറിയാതെയല്ലേ ഇവർ അത് സംസാരിച്ചത്. അപ്പോൾ അത് സത്യം തന്നെയാണ്, ആ പൈസയും കൊണ്ട് അവൾ മുങ്ങിയത് തന്നെയാണെന്ന്. അപ്പോഴാണ് ചന്ദ്ര അറിയുന്നത് രേവതിയാണ് ഇതിനെല്ലാത്തിനും കാരണം, രേവതിയാണ് തന്നെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എന്ന സത്യം ചന്ദ്രയും അറിയുകയാണ്. ചന്ദ്രയ്ക്ക് കലി വന്നു. പക്ഷേ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, രേവതിന് ഒരു വാക്ക് പറയാനും പറ്റില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. സച്ചി ഒരൊറ്റ കൈകൊട്ടലായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് അങ്ങ് കൈ കൊട്ടിയിട്ട് എടാ നിന്നെക്കാളും വലിയ ചതിക്കുന്ന ഒരാളോ, നീ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചതിയനാണെന്നാണ് ഞാൻ ഓർത്തിരുന്നത്. നിന്നെ വെട്ടിക്കുന്ന ഒരു ചതി ഇവിടെ നടന്നിട്ടുണ്ടല്ലേ? എങ്കിലത് ദൈവം നിനക്ക് തന്നതാണ്. നീ ഇനി ഇവിടെ നിൽക്കണ്ട, മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോടെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ആ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഗേറ്റിൻ്റെ അപ്പുറത്തെ വശത്ത് തള്ളിയിട്ട് ഗേറ്റ് പൂട്ടി താക്കോലും എടുത്ത് നമ്മുടെ സച്ചി കയ്യിൽ വെച്ചിട്ട് നേരെ റൂമിലേക്ക് കയറിപ്പോയി പോവുക ചെയ്തു. വേറെ ഒന്നും ചെയ്തില്ല, നേരെ റൂമിലേക്ക് തന്നെ കയറിപ്പോയി. റൂം ലോക്കും ചെയ്തു. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് കരയുകയാണ്, പൊട്ടി കരയുകയാണ്. അങ്ങനെ രവീന്ദ്രൻ്റെ കാല് പിടിക്കുന്നു. ലാസ്റ്റ് രേവതിയോട് പറയും, നിൻ്റെ കെട്ടിയോനല്ലേ, നിൻ്റെ കെട്ടിയോനോട് പറ എൻ്റെ മോൻ അവിടെ നിൽക്കുക, ദേ നാട്ടുകാരൊക്കെ കണ്ട അവന് നാണക്കേടാന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഹോ നാട്ടുകാർ കണ്ട നാണക്കേട്. അപ്പം നമ്മൾ ആ വിവാഹ സമയത്ത് അനുഭവിച്ച നാണക്കേടൊന്നും നാണക്കേടല്ലേ ചന്ദ്രയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതൊന്നും എനിക്ക് അറിയണ്ട, എൻ്റെ മോനാ, ഞാൻ പ്രസവിച്ച എൻ്റെ മോനെ ഇങ്ങനെ നിങ്ങളിങ്ങനെ ചെയ്യരുത്, അവനൊരു തെറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അച്ഛനും അമ്മയും അല്ലാതെ അവനോട് വേറെ ആരാ ക്ഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര വല്ലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിനിടയിൽ നമ്മുടെ രേവതി ഒരു സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. 50 ലക്ഷം രൂപയാണ് തനിക്ക് വില പറഞ്ഞത്. 50 ലക്ഷം രൂപ നമ്മുടെ രവീന്ദ്രൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് സുധി വിവാഹത്തിന് തയ്യാറായത് എന്ന ആ ഒരു സത്യം കേട്ട് ഞെട്ടി നിൽക്കുന്ന രേവതി. ഞെട്ടണോ ഞെട്ടാതിരിക്കണോ, ഇതിനിടയിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല രേവതിക്ക്. അപ്പോൾ രേവതിയോട് രേവതി പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങളുടെ മകൻ ഞാനൊന്നും പറഞ്ഞാൽ കേൾക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കാര്യത്തിന് സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു രേവതി അങ്ങ് മാറിപ്പോയി. ചന്ദ്രയാണെങ്കിൽ വീണ്ടും കരയുക. ഇതിനിടയിൽ നമ്മുടെ സുധി ഗേറ്റിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് അമ്മേ തുറക്കമ്മേ ആൾക്കാരൊക്കെ കാണും, അമ്മേ നാണക്കേടാവും, അമ്മേ പ്ലീസ് അമ്മേ തുറക്കാൻ പറയമ്മേ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ സുധിയുടെ അടുത്ത് വന്ന് നിന്ന് ഭയങ്കര കരച്ചിൽ. മോനെ അവിടെ നിൽക്കും മോനെ, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ നേരെ സച്ചിയുടെ അടുത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ റൂമിൽ ചെന്നിട്ട് കൊട്ടിയിട്ട് സച്ചിയോട് പറയാം, സച്ചി ആ താക്കോലിങ്ങ് താടാ, എൻ്റെ മോൻ അവിടെ നിന്ന് കരയാടാ, എടാ താടാ, അവൻ വല്ല കടുങ്കയും പോയി ചെയ്യൂടാ, എടാ താടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും സച്ചി അനങ്ങുന്നില്ല. ലാസ്റ്റ് നമ്മുടെ ചന്ദ്ര ഒരു വാക്ക് പറയാണ്, മോനെ സച്ചി എടാ നിൻ്റെ അമ്മയാടാ പറയുന്നത്, ആ താക്കോലിങ്ങ് താടാന്ന്. ആ ഒരു വാക്കിലാണ് നമ്മുടെ സച്ചിയുടെ മനസ്സങ്ങോട്ട് അലിഞ്ഞു പോകുന്നത്. ആദ്യമായിട്ടും എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ ആ ഒരു നിമിഷം, ഞാൻ അമ്മയുടെ മകനാണ് എന്ന് പറഞ്ഞ ആ ഒരു നിമിഷം എന്തോ നമ്മുടെ സച്ചി കൈവിട്ട് തന്നെ പോവുകയാണ്. സച്ചി ഒരു മകനായിട്ട് മാറി അവിടെ. കാരണം സച്ചിക്ക് കിട്ടാത്ത ഒരു സ്നേഹം, സച്ചിയുടെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നെ അമ്മ എന്ന് പറയുന്നു, അതിന്നും ഇതുവരെ നമ്മുടെ സച്ചി ആ ഒരു നാവിൽ നിന്ന് കേട്ടിട്ടില്ല. ആ ഒരു മാതൃത്വം തുളുമ്പുന്ന സ്നേഹം ഇതുവരെ നമ്മുടെ സച്ചി അറിഞ്ഞിട്ടില്ല. ആ ഒരു ഇതിൽ നമ്മുടെ സച്ചി അലിഞ്ഞു പോയിട്ട് പതിയെ ചെന്ന് നമ്മുടെ സച്ചി വാതിൽ തുറന്നിട്ട് ആ താക്കോല് കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ താക്കോലും എടുത്തുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഓടുക ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക്, വേറെ ഒന്നും നോക്കുന്നില്ല. അങ്ങനെ ചന്ദ്ര ഓടിയിട്ട് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നുണ്ടോ, എപ്രാളം കാരണം തുറക്കാൻ പറ്റുന്നില്ല. ഒന്ന് തെറിച്ച താക്കോൽ അവിടെ വീഴുന്നു, ഇവിടെ വീഴുന്നു. ലാസ്റ്റ് ഒരു വിധത്തിൽ തുറന്ന് കയറ്റിയിട്ട് നമ്മുടെ സുധി പറഞ്ഞു, അമ്മേ ഞാനിവിടെ നിൽക്കുന്നില്ല അമ്മേ, ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ മോനെ അങ്ങനെ പറയരുത്, ഇത് മോൻ്റെ വീടും കൂടെ അല്ലേ, സാരമില്ല മോനെ പോട്ടെ, ഇതിനൊക്കെ നമുക്ക് പകരം ചോദിക്കാൻ ഒരു നിമിഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും സച്ചി ഒരു കാര്യം ആവശ്യപ്പെടുക,
വേറൊന്നുമല്ല, ഇവൻ ഇവിടെ താമസിക്കണമെങ്കിൽ എനിക്കൊരു വാക്ക് തരണം. 6 മാസത്തിനുള്ളിൽ 50 ലക്ഷം രൂപ അതെനിക്ക് കിട്ടിയിരിക്കണം. അത് എനിക്കും എൻ്റെ അനിയനും ഉള്ള ഷെയറാണ്, അത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതും 6 മാസത്തിനുള്ളിൽ. അങ്ങനെ ഒരു വാക്ക് നിനക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, കൊടുക്കണം മോനെ, കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വെറുതെ തന്നാൽ പോരാ, നിൻ്റെ അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യണമെന്ന് സുധിയോട് പറഞ്ഞു. ലാസ്റ്റ് ചന്ദ്ര പറഞ്ഞു, മോനെ അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യടാ, നീ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റൂടാ, ആ 50 ലക്ഷം രൂപ നീ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയുടെ തലയെ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് അവിടെ സുധീനെ കയറ്റി താമസിപ്പിക്കുന്നത്. ഏതായാലും നമ്മുടെ ചന്ദ്ര രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ മകനെയും എന്നെയും വേദനിപ്പിച്ചത് രേവതിയും സച്ചിയുമാണ്. രേവതിയാണ് ഈ കള്ളത്തരം എല്ലാം കണ്ടുപിടിച്ചത്. ഇല്ലെങ്കിൽ അവർ നമ്മുടെ സുധി ഒന്ന് സെറ്റിലായിട്ട് ഇതെല്ലാവരും അറിയത്തുള്ളായിരുന്നു. അതുകൊണ്ട് രേവതി, എടി നിൻ്റെ കഷ്ടകാലം തുടങ്ങാടി ഇവിടെ എന്നും പറഞ്ഞുകൊണ്ടാണ് സുധീനെ കൊണ്ട് റൂമിലേക്ക് പോകുന്നത്. പറഞ്ഞുകൊണ്ടല്ല, മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, രേവതീനെ നോക്കി മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് റൂമിലേക്ക് പോകുന്നത്. ഏതായാലും റൂമിലേക്ക് നമ്മുടെ സുധിയേയും കൂട്ടി ചെല്ലും. സുധിയുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ്. റൂമിൽ നിന്ന് വെളിയിലൊക്കെ ഇറങ്ങാതിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മോനെ നീ റൂമിൽ നിന്നൊക്കെ എന്തിനാ വെളിയിൽ ഇറങ്ങാതിരിക്കുന്നത്? മോൻ്റെ വീടും കൂടെ അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിവിടെ എന്ത് അവകാശമാണ് അമ്മ ഉള്ളത്? എനിക്കിവിടെ ഒരവകാശവും ഇല്ലല്ലോ. എൻ്റെ അനിയൻ എന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയില്ലേ, അതും എൻ്റെ അനിയന്. ആ നാണക്കേടൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഈ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ തോന്നുന്നില്ലെന്ന് പറയുമ്പം, മോനെ ഇതൊക്കെ മായും, കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. നമുക്കും വരും അവസരം. അന്ന് നമ്മളിവിടെ കാണിച്ചു കൂട്ടാൻ പോകുന്നത് എന്താണെന്ന് മോൻ കണ്ടോ? നമുക്കെല്ലാം നാശമായിട്ട് വന്നത് അവളാ, ആ പൂക്കാരി. അവക്കിട്ടാ ഞാൻ പടി കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിലല്ല സുധിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ്. കൂടെ നമ്മുടെ ചിന്നൂസ് വേൾഡിൽ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയും ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചിന്നൂസ് വേൾഡിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകർ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മുടെ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.